എനിക്കൊരു രഹസ്യം പറയാനുണ്ട്. ഒരു പെണ്ണിനെ സംബന്ധിക്കുന്ന രഹസ്യം പറയൂ. അത് കേട്ട് നിങ്ങളാരും നെറ്റരുത്. വെള്ളിയാഴ്ച വൈകിട്ട് അവള് ക്ലാസ്സിന് വീട്ടിൽ വരും. തിങ്കളാഴ്ച രാവിലെ പോവുള്ളൂ. അന്ന് എല്ലാരും ഈ ബനിയന്റെ നിറത്തിലുള്ള അണ്ടർവെയർ അഴുന്നത്. ഒരു പണിവാളിയെ പോലെ തോന്നണ്ട. എവളെ പെറ്റിക്കോട്ടും അണ്ടർ സ്കർട്ടും ഒക്കെ നനച്ച് അവിടെ അയലിട്ടിട്ട് എടുത്തോണ്ട് പോകുമ്പോ എന്റെ അണ്ടർവെയറും എടുത്തു. അതൊരു പുതിയ അറിവാണ് സാറേ. വെറുതെ അതും ഇതൊന്നും പറയണ്ട കേട്ടോ. ആളുകൾ കേട്ടാ നേരാന്ന് വിചാരിക്കുന്നില്ലടാ. ഇത് തള്ളലല്ല, ഇത് ആവശ്യമാണ്. നാണക്കേട്. മനുഷ്യനായ ഒരു ശന യുക്തിബോധം വേണ്ടി. അതായത് ഇപ്പം പിന്നെ മാഷ് കുറച്ചു മുമ്പ് പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരുപാട് എന്റെ അനുഗ്രഹം കിട്ടിയിട്ടുള്ള ആളാണ് അണ്ടർവെയർ എടുത്തോണ്ട് പോയ. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. എന്റെ ഈ കുട്ടി ഉണ്ടല്ലോ, എന്റെ ഈ കുട്ടി അന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. ഒരുപാട് അണ്ടർവെയർ അടിച്ചോണ്ട് ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. പിന്നെ കുടുംബം ഏറ്റവും മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും ഉന്നത തറവാട്ടിൽപ്പെട്ട ഒരു കുട്ടിയാണ്. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പക്ഷെ അണ്ടർവെയർ അടിച്ചോണ്ട് പോയില്ല മാഷേ. നിർത്തി അവമാനിക്കുവാണെന്ന്. തിരിച്ചു പോകുമ്പോ എല്ലാവരും അവരവരുടെ സൂക്ഷിച്ചോളണം, സൂക്ഷിക്കണം കേട്ടോ. എല്ലാവരോടും പറയാം. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. ചേട്ടാ ഒരു കാര്യം ഞാൻ പറയാം. അറിവില്ല പ്രായത്തിൽ ഒരു പറ്റിപ്പോയി. ആദ്യം കിടന്നെങ്കിൽ മെഴുകണ്ട. എത്ര കൊച്ചിനും അറിയാൻ പറ്റും. ഇത്രയുള്ള കൊച്ചിന് പോലും അത് കണ്ടാ അറിയാൻ പറ്റും. ദൈവമേ, ശത്രുക്കൾക്ക് പോലും അത് തിരിച്ചു തന്നോ? കൊണ്ടുതന്നു, കൊണ്ടുതരും. എല്ലാ ആഴ്ചയും കൊണ്ടുതരും. അതായത് ചീട്ടി കൊണ്ട് എല്ലാ ആഴ്ചയിലും കൊണ്ടുതരും. സ്ഥിരാണല്ലേ. ആ ഒരു കുറ്റബോധത്തിലാണ് ആ കുട്ടി ഇപ്പൊ വസ്ത്രങ്ങൾ കൊടുത്തോണ്ടിരിക്കുന്നത്. സാറേ, ഇതൊരു ഫോബിയാണ്. അണ്ടർവെയറോഫോബിയ എന്ന് പറയുന്ന രോഗത്തിന് ആ കുട്ടി അടിമയാണ്. ഏതായാലും എന്റെ കാര്യത്തിൽ തീരുമാനമായി. നേരത്തെ നിനക്ക് ഗുരു കൊണ്ട് പോകൂടാ. മനോരഞ്ജനി സുരാംഗനി സൂപ്പർ